ഹലോ, നമുക്ക് സബ് ജില്ലാ കലോത്സവം നടക്കുകയാണ് കേട്ടോ. കാട്ടാക്കട സബ് ജില്ലാ കലോത്സവമാണ്. പേയാട് സെൻറ്റ് സേവിയേഴ്സ് സ്കൂളിൽ വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അറിയാമല്ലോ, നമ്മുടെ സ്കൂളിൽ യൂത്ത് ഫെസ്റ്റിൽ ജയിക്കുന്നവർ സബ് ജില്ലാ കലോത്സവത്തിന് പോകും. അങ്ങനെ എൻ്റെ മോൻ അറബി സംഘഗാനത്തിനുണ്ട്, അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ വേറെ കുട്ടികളുടെ പെർഫോമൻസൊക്കെയാണ് നമ്മളീ കാണുന്നത്. എന്ത് രസമാണെന്നറിയാമോ? കണ്ടാലും മതി വരില്ല എന്ന് മാത്രമല്ല, നമ്മളുടെ ആ നൊസ്റ്റാൾജിയ, അതായത് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു കാലഘട്ടമൊക്കെ നമുക്ക് ഓർമ്മ വരും. എന്ത് രസമാണ്, പഴയ ആ ഒരു കാലത്തിലോട്ട് വീണ്ടും പോകാനായിട്ട് തോന്നും. വലിയ സ്കൂളാണ് കേട്ടോ. ഈ സ്കൂളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഭയങ്കര വലിയ സ്കൂളാണ്. ഞാൻ മുന്നേ പഠിക്കുന്ന സമയത്തും സബ് ജില്ലാ കലോത്സവം പിന്നെ 1-2 തവണ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താ ചായയൊക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു സ്റ്റാളുണ്ടായിരുന്നു കേട്ടോ. ചായ, ബജി, ദോശ, അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളുടേത് രാത്രിയായിരുന്നു പ്രോഗ്രാം. അപ്പോൾ വൈകുന്നേരം എത്തിയതുകൊണ്ട് ഞങ്ങൾ അവിടേക്കൊന്ന് കാണാനും കുറച്ച് പെർഫോമൻസുകളൊക്കെ കാണാനായിട്ടൊക്കെ പോയി. നാടകമാണ് കേട്ടോ നടക്കുന്നത്. സമൂഹത്തിന് എന്താ പറയുക, മെസ്സേജ് കൊടുക്കുന്ന തരത്തിലുള്ള പല പെർഫോമൻസുകളും ഞാനവിടെ കണ്ടു കേട്ടോ. കുട്ടികളൊക്കെ എന്തോരം വർക്ക് ചെയ്തിട്ട്, കുട്ടികൾ മാത്രമല്ല, രക്ഷിതാക്കളും പാരൻസ്, ടീച്ചേഴ്സ് എല്ലാവരും ഭയങ്കര സപ്പോർട്ടോടെയാണ് ഇന്നത്തെ കാലത്ത് കുട്ടികൾ ഓരോന്ന് ചെയ്യുന്നത്. പണ്ട് നമ്മൾ പഠിച്ചിരുന്ന സമയത്ത് ഇത്ര സപ്പോർട്ടൊന്നും നമുക്കില്ലായിരുന്നു. പക്ഷെ നമ്മൾ അമ്മയച്ഛനൊക്കെ ആയപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ഭയങ്കര സപ്പോർട്ടാണ് കേട്ടോ. ആ ഒരു കാര്യത്തിൽ നമ്മൾ 90s കിഡ്സ് കിടിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ മൈം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ മൈം ഞാൻ കുറച്ചേ കണ്ടുള്ളൂ. അത് നമ്മുടെ ഇന്ത്യൻ ആർമിയെ പറ്റിയിട്ടുള്ളതായിരുന്നു ഈ മൈം. അപ്പം അത് നടക്കുവാണ്. കുറച്ച് നേരം കുറച്ചൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. എല്ലായിടത്തും പെർഫോമൻസുകളാണ്, ഗ്രൂപ്പ് ഡാൻസ്, അത് ഇത് എന്തൊക്കെയാണ് നടക്കുന്നത്. കുട്ടികൾ ഒരുങ്ങി നിൽക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയാമോ. നമ്മുടെ മക്കളുടെ പെർഫോമൻസ് മാത്രമല്ല, നമ്മുടെ മൈൻഡ് റിലാക്സ് ആകുന്ന തരത്തിലുള്ള ഒരുപാട് പെർഫോമൻസുകൾ, കുട്ടികളുടെ ടാലൻറ്റ് ഒക്കെ നമുക്ക് കാണാനായിട്ട് കഴിയും. ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത ഒരു ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം ഞങ്ങളിതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ ഇരുന്നു. എല്ലാം കാണണമെന്നുണ്ട്. ഇപ്പോൾ എത്ര സ്റ്റേജ് ഉണ്ടെന്നറിയാമോ? എല്ലായിടത്തും പല പല പ്രോഗ്രാംസാണ് നടക്കുന്നത്. പക്ഷെ നമുക്ക് എല്ലാം ഒന്നും കാണാൻ പറ്റത്തില്ലല്ലോ. സംഘനൃത്തം, അയ്യോ, HSSൻ്റെ ആണ്, ഹയർ സെക്കൻഡറിയുടെ ആണ് കേട്ടോ. എത്ര കണ്ടാലും മതിയല്ലേ. കുട്ടികളൊക്കെ ഇങ്ങനെ ഒരേമാതിരിയുള്ള നല്ല ഭംഗിയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്ന കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. കളർഫുൾ ഈവൻ്റാണ് ഈ സംഘനൃത്തം എന്ന് പറയുന്നത്. എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒന്നാണ്. നമ്മൾ കുഞ്ഞിലെ പെർഫോം ചെയ്തൊക്കെ ഓർമ്മയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയൊരു കാലം നമ്മൾ ഈ കുട്ടികളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. നമുക്കൊരിക്കലും തിരിച്ചു പോകാൻ പറ്റാത്തൊരു കാലഘട്ടം. പിന്നെ ഇവിടെ ഞങ്ങളുടെ പ്രോഗ്രാം തുടങ്ങാനായിട്ട് സമയമായി. 6 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8:30 മണിയെങ്കിലും ആവും തുടങ്ങാനായിട്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള പ്രാക്ടീസാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അവരുടെ പെർഫോമൻസ് വലിയ കുഴപ്പമില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു. ഒരുപാട് പിള്ളേരുണ്ട് കേട്ടോ. ഒരുപാട് ടീംസ് ഉണ്ട് മത്സരിക്കാൻ. സബ് ജില്ല എന്ന് പറയുമ്പോൾ, കാട്ടാക്കട സബ് ജില്ല എന്ന് പറയുമ്പോൾ ഈ കാട്ടാക്കടയിലെ എല്ലാ സ്കൂളുകാരും വരും. അങ്ങനെയാണ്, അത് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ അവർ ഒരുവിധമൊക്കെ നന്നായിട്ട് പാടി. അവർക്ക് A ഗ്രേഡ് ഉണ്ടായിരുന്നു കേട്ടോ. A ഗ്രേഡോ 5 പോയിൻറ്റും ഉണ്ടായിരുന്നു അവർക്ക്. പ്രൈസൊന്നും കിട്ടിയില്ല. ബട്ട് A ഗ്രേഡാണ് ഏറ്റവും വലിയ ഗ്രേഡ്, അതാണ്. ഫസ്റ്റ് കിട്ടിയില്ല അവർക്ക്. പക്ഷെ ഒരുവിധം നല്ല ഭംഗിയായിട്ട് കുട്ടികൾ പാടി. അവരെ കൊണ്ട് കഴിയുന്നതിൻ്റെ മാക്സിമം ചെയ്തു. പിന്നെ നമുക്ക് പ്രൈസ് കിട്ടുന്നു എന്നുള്ളതിലല്ല, ഞാൻ എൻ്റെ മക്കളെ കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പങ്കെടുപ്പിക്കാറുണ്ട് എല്ലാത്തിലും. കാരണം അവരുടെ സ്റ്റേജ് ഫിയറൻസ് മാറാനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇവരെ കൊണ്ട് നടക്കുന്നത്. അതല്ലാതെ എനിക്കിപ്പോൾ ഫസ്റ്റ് വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞിട്ട് എനിക്കൊന്നുമില്ല. അപ്പോൾ അവനാണ് വിഷമം. എനിക്ക് കിട്ടിയില്ലെങ്കിൽ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അവന് അടുത്ത ദിവസം ലളിതഗാന മത്സരം ഉണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടി വന്നിരിക്കുന്നതാണ്. അതിന് 68 പിള്ളേരുണ്ടായിരുന്നു. അതായത് 68 സ്കൂളിൽ നിന്നുള്ള പിള്ളേരുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു അവസരം കിട്ടുക, ഒരു സ്റ്റേജ് കിട്ടുക, അതിൽ പെർഫോം ചെയ്യാന്നുള്ളതേ ഉള്ളൂ. പിന്നെ അവിടെ ഫുഡ് ഉണ്ടായിരുന്നടാ, സൂപ്പർ ഫുഡായിരുന്നു. സത്യമായിട്ടും ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാം ഇതിൻ്റെ ഭാഗമായി ഗവൺമെൻറ് കൊടുക്കുന്നത് തന്നെയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ സ്കൂളിൻ്റെ ഫോക്ക് ഡാൻസ് ആണ് കേട്ടോ, LP. ഇതിനകത്ത് എൻ്റെ സ്റ്റുഡൻ്റ് ഉണ്ട്, ലിയ. അപ്പോൾ ഭയങ്കര നന്നായിട്ട് കളിച്ചു കേട്ടോടാ. എല്ലാവരും നന്നായിട്ട് കളിച്ചു. അവർ ടീം നന്നായിട്ട് കളിച്ചതാണ്. പിള്ളേർക്ക് A ഗ്രേഡേ കിട്ടിയുള്ളൂ. പക്ഷേ ഫസ്റ്റ് ഞങ്ങൾ പ്രതീക്ഷിച്ചതാണ്. ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ സബ് ജില്ലയുടെ കാര്യങ്ങൾ, സബ് ജില്ലാ കലോത്സവം. നിങ്ങൾ ഇതുപോലെ സബ് ജില്ലയിലും ഇങ്ങനത്തെ ഫെസ്റ്റിവൽസിനൊക്കെ പോയിട്ടുണ്ടോ? മക്കളെ വിടാറുണ്ടോ?
എന്താ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യണേ. ബൈ.